എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന രണ്ടുപേരിൽ ഒരാൾ സാമ്പത്തികമായി വലിയ നിലയിലെത്തുകയും മറ്റൊരാൾ ജീവിതകാലം മുഴുവൻ കടക്കിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന്? വലിയ ശമ്പളമുള്ള ജോലിയുണ്ടായിട്ടും മാസാവസാനം കയ്യിൽ ഒരു രൂപ പോലും ബാക്കിയില്ല എന്ന് വിലപിക്കുന്നവരെ നമ്മൾ ദിവസവും കാണാറില്ലേ? മറുവശത്ത് വളരെ ചെറിയ വരുമാനം മാത്രമുള്ള ചിലർ സ്വന്തമായി വീടും സ്ഥലവും വാങ്ങി സന്തോഷത്തോടെ ജീവിക്കുന്നതും നാം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ദാരിദ്ര്യമെന്നത് പലപ്പോഴും നാം ജനിക്കുന്ന സാഹചര്യങ്ങളുടെ മാത്രം കുഴപ്പമല്ല. അത് നാം ദിവസവും ചെയ്യുന്ന ചില ചെറിയ തീരുമാനങ്ങളുടെയും ശീലങ്ങളുടെയും ആകത്തുകയാണ്. അധ്വാനിക്കാൻ തയ്യാറുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ രാവും പകലും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പലർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കാത്തത്? പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, കിട്ടുന്ന പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ നാം പോലുമറിയാതെ നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ചില ശീലങ്ങളുണ്ട്. ഒറ്റനോട്ടത്തിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നാമെങ്കിലും മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ ഈ ശീലങ്ങൾ നമ്മെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലാക്കും. ഒരു മരത്തിന്റെ വേരുകൾ കാർന്നു തിന്നുന്ന ചിതലുകളെപ്പോലെയാണത്. മരം പുറമേ പച്ചപ്പണിഞ്ഞു നിൽക്കുമെങ്കിലും ഉള്ളിൽ അത് പൊള്ളയായിരിക്കും. ചെറിയ കാറ്റടിച്ചാൽ അത് കടപുഴകി വീഴും. അതുപോലെയാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രതയും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം 5 പ്രധാനപ്പെട്ട മോശം ശീലങ്ങളെക്കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ എത്രയും വേഗം അത് മാറ്റിയെടുക്കേണ്ടത് നിങ്ങളുടെ ഭാവിക്കും കുടുംബത്തിനും അത്യാവശ്യമാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇതുപോലുള്ള കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. മനുഷ്യനെ ദരിദ്രനാക്കുന്ന ഒന്നാമത്തെ ശീലം വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു കാര്യമാണെന്ന് തോന്നാമെങ്കിലും ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് മാസം ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതലാണ് നിങ്ങളുടെ ചിലവുകളെങ്കിൽ നിങ്ങൾ ഉറപ്പായും സാമ്പത്തിക തകർച്ചയിലേക്കുള്ള യാത്രയിലാണ്. പലർക്കും തങ്ങളുടെ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു ധാരണയുമുണ്ടാകില്ല. ശമ്പളം കിട്ടുന്ന ആദ്യത്തെ ഒരാഴ്ച രാജാവിനെപ്പോലെ ജീവിക്കും. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടും. ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കും. എന്നാൽ പകുതി മാസം പിന്നിടുമ്പോൾ തന്നെ പോക്കറ്റ് കാലിയാകും. പിന്നീട് അടുത്ത ശമ്പളം കിട്ടുന്നതുവരെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കടം വാങ്ങിയാകും പലരുടെയും ജീവിതം മുന്നോട്ടു പോകുന്നത്. ഇതിനൊരു പ്രധാന കാരണം കൃത്യമായ ഒരു ബഡ്ജറ്റില്ലാത്തതാണ്. നമ്മുടെ ചിലവുകളെ നമ്മൾ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആ ചിലവുകൾ നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥ വരും. മാസം തോറും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആദ്യം തന്നെ ഒരു നിശ്ചിത തുക സമ്പാദ്യത്തിലേക്ക് മാറ്റിവെക്കാൻ നമ്മൾ പഠിക്കണം. ബാക്കിയുള്ള തുക കൊണ്ട് മാത്രം ജീവിക്കാൻ ശീലിക്കണം. എന്നാൽ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. ആദ്യം കിട്ടുന്ന പണം മുഴുവൻ ചിലവാക്കുകയും അവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രം സമ്പാദിക്കാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഈ ശീലം മാറ്റാതെ ഒരിക്കലും ഒരാൾക്കും സാമ്പത്തികമായി മുന്നേറാൻ സാധിക്കില്ല. വരവ് എത്ര ചെറുതാണെങ്കിലും അതിൽ നിന്നൊരു പങ്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. രണ്ടാമത്തെ മോശം ശീലം അനാവശ്യമായ കടക്കെണികളിൽ ചെന്ന് ചാടുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് കടം വാങ്ങുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി മാറിയിരിക്കുന്നു. ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി. നിമിഷങ്ങൾക്കകം ലോണുകൾ അനുവദിക്കാൻ തയ്യാറായി നിരവധി സ്ഥാപനങ്ങളുണ്ട്. ക്രെഡിറ്റ് കാർഡുകളും പേഴ്സണൽ ലോണുകളും ഇന്നെല്ലാവരുടെയും പോക്കറ്റിലുണ്ട്. എന്നാൽ പലരും ഇതുപയോഗിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. വില കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങാനും വലിയ കാറുകൾ വാങ്ങാനും എന്തിന് വെക്കേഷൻ ആഘോഷിക്കാൻ വരെ ആളുകൾ ഇന്ന് EMI ആശ്രയിക്കുന്നു. 1 ലക്ഷം രൂപയുടെ ഫോൺ സ്വന്തമാക്കാൻ മാസത്തവണകളായി പണമടയ്ക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മാസം കുറച്ചു തുക മാത്രമല്ലേ പോകുന്നുള്ളൂ എന്നാണ്. എന്നാൽ പലിശയും കൂട്ടുപലിശയുമായി എത്ര വലിയ തുകയാണ് നാം അവർക്ക് നൽകുന്നതെന്ന് പലരും തിരിച്ചറിയുന്നില്ല. കടം എന്നത് ഒരു മയക്കുമരുന്ന് പോലെയാണ്. തുടക്കത്തിൽ വലിയ സന്തോഷം നൽകുമെങ്കിലും പിന്നീട് അത് നമ്മുടെ സമാധാനം നശിപ്പിക്കും. വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാനോ വിദ്യാഭ്യാസത്തിനോ ഒക്കെ എടുക്കുന്ന കടങ്ങളെ നമുക്ക് നല്ല കടങ്ങൾ എന്ന് വിളിക്കാം. കാരണം അത് ഭാവിയിൽ നമുക്ക് വരുമാനം നേടിത്തരുന്നവയാണ്. എന്നാൽ ഒരു വിലയും തിരികെ ലഭിക്കാത്ത ഉപയോഗിക്കുന്തോറും വില കുറയുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എടുക്കുന്ന കടങ്ങൾ നമ്മെ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. ക്രെഡിറ്റ് കാർഡുകൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന ഏറ്റവും വലിയ ആയുധമായി മാറും. മൂന്നാമത്തെ ശീലം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്നതാണ്. നമ്മളിൽ പലരുടെയും ഏറ്റവും വലിയ സാമ്പത്തിക പരാജയത്തിന് കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ഈയൊരു ചിന്തയാണ്. നമുക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത സാധനങ്ങൾ നമുക്കിഷ്ടപ്പെടാത്ത ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലില്ലാത്ത പണം കൊടുത്ത് നമ്മൾ വാങ്ങിക്കൂട്ടുന്നു. അയൽക്കാരൻ പുതിയ കാർ വാങ്ങിയാൽ അതിലും വലിയൊരു കാർ വാങ്ങണമെന്നത് നമ്മുടെ ഒരു വാശിയാകുന്നു. സുഹൃത്ത് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചാൽ നാമും അതുപോലെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നു. സമൂഹമാധ്യമങ്ങളുടെ ഈ കാലത്ത് ഈ പ്രവണത വളരെ കൂടുതലാണ്. മറ്റുള്ളവരുടെ മുന്നിൽ താനൊരു വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി പലരും സ്വന്തം സമ്പാദ്യം മുഴുവൻ നശിപ്പിക്കുന്നു. വലിയ കല്യാണങ്ങൾ നടത്താൻ വേണ്ടി ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം ചിലവാക്കുന്നവരും കടം വാങ്ങുന്നവരും നമ്മുടെ നാട്ടിൽ നിരവധിയാണ്. യഥാർത്ഥ സമ്പത്തെന്നത് മറ്റുള്ളവർ കാണുന്ന വലിയ വീടോ കാറോ അല്ല. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന പണമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തി നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ പകുതി സാമ്പത്തിക പ്രശ്നങ്ങളും അവസാനിക്കും.
വില കൂടിയ ബ്രാൻഡുകൾക്ക് പിന്നാലെ പോയി പണം കളയാതെ മൂല്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ ശീലിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. 4ാമത്തെ ശീലം സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപവുമില്ലാതിരിക്കുക എന്നതാണ്. പലരും ചിന്തിക്കുന്നത് ഇന്നത്തെ കാര്യം മാത്രം നടന്നാൽ മതി, നാളത്തെ കാര്യം നാളെ ചിന്തിക്കാമെന്നാണ്. എന്നാൽ ജീവിതം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. പെട്ടെന്നൊരു അടിയന്തര സാഹചര്യം വന്നാൽ, ഉദാഹരണത്തിന് വീട്ടിലൊരാൾക്ക് ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി പോയാൽ എന്തു ചെയ്യും എന്ന് ആരും മുൻകൂട്ടി ചിന്തിക്കാറില്ല. ഒരു എമർജൻസി ഫണ്ട് ഇല്ലാത്തത് പലരെയും ഒറ്റയടിക്ക് കടക്കെണിയിലേക്ക് തള്ളിയിടും. ചുരുങ്ങിയത് 6 മാസത്തെ ചിലവുകൾക്കെങ്കിലും ആവശ്യമായ പണം നാം എപ്പോഴും കരുതിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് നിക്ഷേപങ്ങളും. പണം വെറുതെ ബാങ്കിലിട്ടുവച്ചാൽ അത് വളരില്ല. വിലക്കയറ്റം കാരണം ഇന്നത്തെ 10 രൂപയുടെ മൂല്യമായിരിക്കില്ല നാളത്തെ 10 രൂപയ്ക്ക്. അതുകൊണ്ട് പണത്തെ പണമുണ്ടാക്കാൻ പഠിപ്പിക്കണം. ശരിയായ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്തണം. റിയൽ എസ്റ്റേറ്റ് ആകാം, മ്യൂച്വൽ ഫണ്ടുകളാകാം, സ്വർണമാകാം. നിങ്ങളുടെ അറിവനുസരിച്ച് എവിടെയെങ്കിലും നിക്ഷേപം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ചെറുപ്പത്തിൽ തന്നെ നിക്ഷേപം തുടങ്ങുന്നവർക്ക് ഭാവിയിൽ വലിയൊരു തുക സ്വരൂപിക്കാൻ സാധിക്കും. എന്നാൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് കുറെ പണം കയ്യിൽ വരുമ്പോൾ മാത്രം നിക്ഷേപം തുടങ്ങാമെന്നാണ്. ആ സമയം ഒരിക്കലും വരില്ല എന്നതാണ് സത്യം. കിട്ടുന്ന ചെറിയ തുകകളിൽ നിന്ന് നിക്ഷേപം തുടങ്ങാത്തവർക്ക് ഒരിക്കലും സാമ്പത്തികമായി ഉയരങ്ങളിലെത്താൻ കഴിയില്ല. 5ാമത്തെയും അവസാനത്തെയും ശീലം സ്വന്തം കഴിവുകൾ വളർത്താൻ സമയം കണ്ടെത്താതെ സമയം വെറുതെ കളയുക എന്നതാണ്. പണത്തേക്കാൾ വിലപ്പെട്ടതാണ് സമയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ നഷ്ടപ്പെട്ട പണം നമുക്ക് തിരികെ അധ്വാനിച്ച് സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നഷ്ടപ്പെട്ട സമയം ഈ ലോകത്തെ മുഴുവൻ സമ്പത്ത് കൊടുത്താലും തിരികെ ലഭിക്കില്ല. ഇന്ന് മിക്ക ആളുകളും അവരുടെ ഒഴിവു സമയങ്ങൾ മുഴുവൻ സമൂഹമാധ്യമങ്ങളിൽ വെറുതെ സ്ക്രോൾ ചെയ്തും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടും കളയുകയാണ്. ജോലി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാനോ സ്വന്തം സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനോ ആരും ശ്രമിക്കാറില്ല. ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു, പുതിയ തൊഴിലവസരങ്ങളുണ്ടാകുന്നു. ഇതിനനുസരിച്ച് നാം നമ്മെത്തന്നെ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നാം വളരെ വേഗം പിന്തള്ളപ്പെടും. നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങളിൽ തന്നെയാണ് നടത്തേണ്ടത്. പുതിയ പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കോഴ്സുകൾ ചെയ്യുക, നിങ്ങളുടെ മേഖലയിലെ പുതിയ അറിവുകൾ നേടുക. കൂടുതൽ അറിവും കഴിവുമുള്ളവർക്കാണ് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കുക. ഒഴിവു സമയങ്ങൾ വെറുതെ കളയുന്ന ശീലം നിങ്ങളെ സാമ്പത്തികമായി മാത്രമല്ല വ്യക്തിപരമായും പിന്നോട്ടടിക്കും. വിജയകരമായ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് ലഭിക്കുന്നത്. ആ സമയം അവർ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ലോട്ടറി അടിക്കുന്നതുപോലെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. അത് ശരിയായ അച്ചടക്കത്തിന്റെയും നിരന്തരമായ ശ്രമങ്ങളുടെയും ഫലമാണ്. ഈ പറഞ്ഞ 5 ശീലങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് ഇന്നുമുതൽ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. വരവറിഞ്ഞ് ചിലവാക്കുക, അനാവശ്യ കടങ്ങൾ ഒഴിവാക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക, കൃത്യമായി നിക്ഷേപങ്ങൾ നടത്തുക, നിങ്ങളുടെ സമയം പുതിയ അറിവുകൾ നേടാനായി ഉപയോഗിക്കുക. തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്. നിങ്ങളുടെ സാമ്പത്തിക ഭാവി പൂർണ്ണമായും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് മാറ്റം ഇന്നേ തുടങ്ങുക.